അപ്പൊ നമ്മളിനി ഇന്നെന്തെങ്കിലും ഒരു ചായയും കടിയൊക്കെ കഴിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് ജിത്തുവിൻ്റെ ഒരു 2 മണിക്കൂറിൻ്റെ കുളി കഴിഞ്ഞിട്ട് നമ്മൾ ആശയുടെ വീട്ടിൽ പോകും. അതെ, ഇപ്പൊ നമുക്ക് കടി കഴിക്കാൻ പോണ ഇവിടെ നേരെ കടി ചായ കടി എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഇവിടെ ആഘോഷക്കട കാണുള്ളൂ. അവിടെ ചായ അതല്ലേ മുകളെ പടം അടച്ചു. നല്ല ഫുഡാണ്. ചായ കുടിക്കാം. മഴ പെയ്യും. പെട്ടെന്ന് കുടിച്ചിട്ട് പോവാം. അങ്ങനെ ചായ കുടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇറക്കുന്നത്. നമ്മള് പറയാണ് ഇങ്ങനെ ആശ്രയിച്ചിട്ട് പിടിക്കണം പോണെ. ഇപ്പൊ സമയം 9:30. ഒരു 15 മിനിറ്റുള്ള ആശ്രയിച്ചിട്ട് പിടിക്കും. അവിടെ നിന്ന് പോകുന്നു, സംസാരിക്കുന്നു, നടിച്ചു വിളിക്കുന്നു. പിന്നെ തിരിച്ച് നമ്മൾ വണ്ടി കൊണ്ട് കൊടുക്കാൻ പോകും. അപ്പൊ പോണ വഴിക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മൾ സ്പോട്ടും കൂടി കവർ ചെയ്യും. ഉച്ചക്ക് അവളല്ലേ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. പോകണ്ടേ? അല്ല, ഫുഡൊന്നും നമ്മള് ചുമ്മാ ഒന്ന് കണ്ടു. അങ്ങനെയാണെങ്കിൽ ചോറുണ്ടാക്കിയെന്ന് എന്നാ ഞങ്ങളൊന്ന് ബുക്ക് ചെയ്യുന്നത്. എന്നാ വരാം. അവിടെ സമയം എന്താ പറഞ്ഞു, നമ്മൾ പ്ലാൻ മാറ്റി 10 മണിക്ക് വരില്ലേന്ന്. കുറച്ച് കഴിഞ്ഞിട്ട് വന്നു. TV കണ്ടോണ്ടിരിക്കും. നമുക്ക് വെയിറ്റ്. അതെപ്പോഴാ ആശ പറഞ്ഞ പോവാൻ? ഇപ്പൊ നമ്മ ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. അതെ, നീ നമ്മൾ ആശയുടെ വീട്ടിൽ പോവാം. ഒരു 10-15 മിനിറ്റിലെത്തും. അവള് പറയണത് അവളുടെ വീട്ടിലേക്ക് വലിയതായിട്ട് കാടില്ല, ഒന്നുമില്ലെന്നൊക്കെയാണ് പറയണത്. കറി കയറില്ലാന്ന് പറഞ്ഞേക്കണേ. അവിടെ എത്തുമ്പോഴത്തേക്കും വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വള്ളി പോണ, ഇനി വള്ളി തൂങ്ങി പോണ സീൻ നമുക്ക് കുറച്ച് നടക്കണം. ഒരു 1.5 കിലോമീറ്റർ. അത് ഒരു ട്രക്കിംഗ് ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. വള്ളി തൂങ്ങിയൊക്കെ നമ്മ പോകുന്ന കാണാം പ്രസാദ്. ഞങ്ങളെല്ലാരും വള്ളി തൂങ്ങി പോകും. ഇടലിനായിരിക്കും അവിടുത്തെ സിറ്റി. ഓ സിറ്റിന്ന് നമ്മളിനി ഇറങ്ങി കാട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രൂരവരം. നമ്മളെന്തെങ്കിലും മേടിച്ചോണ്ട് വരാം. നമ്മളെന്തായാലും തിന്നാൻ മാർക്കറ്റ് ഫുഡ് വാങ്ങി, കടയിൽ കയറി ഫുഡ് വാങ്ങി, സംഭവം ഇറങ്ങി, സംഭവമൊക്കെ സെറ്റാക്കി. പിന്നെ നമുക്ക് ട്രെയിനിൽ നിന്ന് കഴിക്കാൻ വേണ്ടി ഒരു സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട് ഗൈസ്. ഞാൻ കിൻഡർ ജോയ് വാങ്ങി. അൺബോക്സിംഗ് ഉണ്ടാവും. നമ്മ ആശയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കാർ എടുക്കാൻ പോകുമ്പോൾ ഉള്ളൊരു അൺബോക്സിംഗ് വീഡിയോ ഉണ്ടാവും. നമ്മൾ ക്രൂര വനത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്തോണ്ടിരിക്കുകയാണ്. എടവും വല്ലതും കാണിച്ച് എഡവും വല്ലവും ഫുൾ കാടാണ് ഗൈസ്. നല്ല റോഡാന്ന് പറഞ്ഞ നമുക്ക് വള്ളി തൂങ്ങി പോകുമ്പോ വീഡിയോ എടുക്കാൻ പറ്റൂല. നമുക്ക് എന്താന്ന് നോക്കാം. 2 കൈയും വേണമല്ലോ വള്ളി തൂങ്ങാൻ. അത് കാരണം വീഡിയോ ഇത്തിരി പാടായിരിക്കും എടുക്കാൻ. ജിയോ കത്തിപ്പോയി ഗൈസ്. വെറുതെ കാട്ടിലൊക്കെ എങ്ങനെയാണ് ജിയോ? അതന്നെ VI പ്രമോഷൻ ആയി. ഓ വീൽ അതുണ്ടാ. ആ പ്ലേറ്റ് മറ്റേ ഇവിടെ കുഴി കയറിയിട്ട് പ്ലേറ്റ് തൂങ്ങിക്കിടക്കണം വണ്ടിയുടെ. ഇവിടെ ഈ ഓഫ് റോഡിൽ പോയിട്ട് കേടായ വണ്ടികളുടെ പ്ലേറ്റ് ആണ്. ഓ ചൊറുക്കള ഗൈസ്. ചൊറുക്കള എത്തി ഗൈസ്. ഇതാണ് ആശയുടെ ചൊറുക്കള. ഓ ടൗൺ. ഓ അപ്പൊ ഇവര് ഇവിടുന്നാണ് സാധനങ്ങൾ വാങ്ങുന്നത്.
ഇവിടെ ഇതായിരിക്കും അവരുടെ കമ്മ്യൂണിറ്റി. അച്ഛനുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നേരെ കോൾമുട്ട പ്രശ്നക്കടവ് നേരെ കരിങ്കക്കുഴി, അതായത് പ്രശ്നക്കടവ് കഴിഞ്ഞിട്ട് നമ്മൾ റൈറ്റിലേക്ക് തിരിയണം. കരിങ്കക്കുഴിയിൽ നിന്ന് കൊളച്ചേരി മുക്ക് നേരെ പോയാൽ ചേലേരി മുക്ക് നേരെ പോയാൽ കുടുക്കിമുട്ട. നേരെ വേറെ എവിടെയും തെറ്റാനില്ല. കുടുക്കിമുട്ടയെന്ന് പിന്നെ അത്രേ ഉള്ളൂ, ഒരു 4-5 കിലോമീറ്റർ അത്രേ ഉള്ളൂ. ഇവിടുന്ന് കണ്ണൂർ പോയിട്ട് അങ്ങനെ തിരിച്ചിങ്ങനെ കറങ്ങേണ്ട ആവശ്യമില്ല. ക്യാമറ ഓൺ ആക്കൂല, എന്നിട്ട് അത് റീടേക്ക് ഒക്കെ പറ്റുന്നത് കുറച്ചേരം പിടിക്കട്ടെ. കാറത്ത് പുറത്തിട പട്ടിന് പട്ടീനെയും കൊണ്ട നീ എടുക്കണ കാറിന്റെ പുറത്തെടുത്ത് കാർ ഓടിക്കണ്ടേ? അതിനിങ്ങനെ എടുക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വീട്ടിൽ സമ്മതിക്കാനുള്ള അതാണ്. ഇവിടെ സമ്മതിക്കുന്നൊന്നുമില്ല, അച്ഛനെ കണ്ടില്ലേ. അമ്മക്കും ഇഷ്ടമില്ല, അമ്മമ്മക്ക് പിന്നെ വേണ്ടുന്നോണ്ട് നക്കും നല്ലോണം നക്കും. കാട് വെട്ടി തളിച്ചല്ലേ വള്ളി എവിടെ? വള്ളി ഇത് എന്റെ വീട് ഫുൾ കാട്ടിലല്ലേ. ഇപ്പൊ ഇങ്ങനെ ആയതാ മഴ പെയ്തിട്ട്. അയക്കണം. അല്ല ഞങ്ങൾ വള്ളി തൂങ്ങി വരാൻ വേണ്ടി ട്രക്കിന്റെ ടയറൊക്കെ കയറല് അതുപോലത്തെ റോഡ്. പിന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാ, നിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് അവിടെ. ഏത് സൂപ്പർ മാർക്കറ്റ്? നമ്മൾ ആരാന്നൊക്കെ ചോദിച്ചു. ഏത് സൂപ്പർ മാർക്കറ്റ് കണ്ടിട്ടില്ലല്ലോ മക്കളെ. ഞാൻ പറഞ്ഞ കൂട്ടാൻ കിട്ടിയായിരുന്നു. എനിക്ക് അന്നയുടെ പൊന്നും ലക്ഷ്മിക്കുട്ടി എന്നല്ലേ അറിയുള്ളൂ. ലക്ഷ്മിക്കുട്ടി പശുവിന്റെ ലക്ഷ്മിക്കുട്ടി അവിടത്തെ പശു എന്ത് കാറന്തി ഇടയ്ക്ക് ഭ്രാന്തന്നുള്ളൂ. ഞാൻ പേര് തീർന്നു. പിന്നെ വേറെ സ്ഥലത്ത് പോയി. ഞങ്ങൾ ഒരു മലയുടെ പടം നോക്കി പോയതാ. വേറെ ഏതോ വീടിന്റെ ബാക്കിൽ ഒരു വളവും കയറ്റവും മനുവിന്റെ കാലൊക്കെ വിറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ വണ്ടിയെടുക്കാൻ പറഞ്ഞു. മാത്രമേ ഉള്ളൂ. എനിക്ക് അത്ര ഇതൊന്നുമില്ല. ആർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്ക. എന്നിട്ട് അങ്ങാണ്ടീനെയൊക്കെ ബർത്ത്ഡേയുടെ ചെലവ് ഇതായിരുന്നു. സാമ്പാറിനൊക്കെ സാമ്പാർ ബ്ലോഗാ, ഫോട്ടോ അല്ല. ഞാൻ ആക്ച്വലി അത്രയും ചോറ് കഴിക്കില്ല. പിന്നെ ടേസ്റ്റ് കാരണം കഴിച്ചാ. ഇത് മതിയില്ലേ? ഇനി നമുക്ക് അങ്ങനെല്ലാം വേണമെന്ന്. നിന്റെ അച്ഛൻ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. എനിക്ക് അടിച്ചായിരുന്നു. ഏഴരക്കുണ്ടിന്ന് മൊത്തം എടുത്ത് ചിരിച്ചോളാം. ഇങ്ങോട്ട് വെക്കണല്ലോ, വേറെ കൊണ്ട്. അങ്ങനെ കാട്ടീന്ന് നമ്മൾ പിന്നെ എടാ അവളുടെ അച്ഛൻ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഇന്നലെ നമ്മള് രാത്രി സംസാരിച്ച നമ്മള് സംസാരിച്ച സെയിം ടോപ്പിക് ഫസ്റ്റ് പറഞ്ഞത്. മറ്റേ കല്യാണം കഴിയുമ്പോ എങ്ങനെയാണ് ഒരു ഭർത്താവ്, കുറച്ച് സാഹിത്യം കൂടുതലുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മള് സെയിം സംസാരിച്ചത്. നമ്മള്
ഞാൻ ഞെട്ടിപ്പോ ഇതെങ്ങനെ എന്തെന്ത് കോയിൻസിഡൻസ് നമ്മള് ഇന്നലെ സംസാരിച്ചു വീഡിയോ കോൾ അങ്ങനെ വിളിച്ചപ്പോ ബാക്കി പെണ്ണായിരുന്നു. മാപ്പ് അങ്ങോട്ട് എങ്ങനെയാണ്? അല്ല അപ്പോഴല്ല സംസാരിച്ചത് നമ്മള് കാണണ്ടേ? അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഓക്കെ അപ്പൊ ഓക്കെ നമ്മള് നേരത്തെ മേടിച്ച കിൻഡർ ജോയ് അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഡ്രാഗൺ കുഞ്ഞിന്റെ ഡ്രാഗൺ കുഞ്ഞിന്റെ മലയാളം എന്തായിരുന്നു? അല്ലല്ല നീരാളി നീരാളി ഇല്ല, വേറെന്തോ ഉണ്ട്. വാണമോ അതേപോലത്തെ എന്തോ സാധനമുണ്ട്. വാണമല്ല, ഇതിനകത്താണ് ഫ്രീ. എടാ ഡ്രാഗണിന്റെ മലയാളം എന്താണ് കുഴപ്പമൊന്നുമില്ല. എന്താണ് നോക്കട്ടെ, സിറി പറഞ്ഞുതരുമോ നോക്കട്ടെ. സിറി അത് പൊട്ടിക്കാൻ എന്താ നോക്കാം. വാട്ട് ഈസ് ഡ്രാഗൺസ് മലയാളം? തീ തുപ്പുന്ന ജീവി. അല്ല വാട്ട് ഈസ് മലയാളം ഓഫ് ഡ്രാഗൺ? അമ്പുള്ള ഓട്ടോ. മലയാളം ഓഫ് ഡ്രാഗൺ. രണ്ട് ഡ്രാഗൺ, ബ്ലൂ ഡ്രാഗൺ ആൻഡ് ബേബി റെഡ് ഡ്രാഗൺ. ആണും പെണ്ണും. എന്താ ഇത് തൂക്കിയിടാനോ? അതെന്താ ഓ തൂക്കിയിടാണ്ട. അയ്യോ നേരെ നമുക്ക് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ നോക്കാം. കൈമാറ്റി എന്റെ ഫോണൊന്നും എടുക്കട്ടെ, കയ്യിലൊക്കെ പോയി. കഴിക്കുന്ന ഇൻസ്ട്രക്ഷൻ മാനുവൽ നോക്കുന്നു. ആദ്യമായിട്ടാണ് ഇതൊക്കെ നോക്കണത്. ഇതെങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. അല്ലാത്തപ്പോ ഇതൊക്കെ എടുത്ത് വലിച്ചെറിയാലേ. വ്യാളി അതാണ് ഡ്രാഗണിന്റെ വ്യാളി. ഇത് ഇങ്ങനെ എടുക്കുക, ഇതിന്റെ പൊക്കത്ത് തൂക്കിയിടുക, എന്നിട്ട് കൈന്റെ ടിപ്പിൽ വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യണം. ഓ അതാണ് സാധനം. ടാസ്ക് 1. ഇതിന്റെ ഒക്കെ ഒന്നേ ഉള്ളല്ലോ, ഇത് രണ്ടെണ്ണം എന്താ? ഇതിന്റെ രണ്ടെണ്ണം ഉണ്ട്. ഇത് ഈ കാണിച്ചേക്കുന്നല്ല ഈ സാധനം. ഇതിൽ രണ്ട് കൊമ്പുണ്ട്. ഇത്രേ ഉള്ള അത്രേ ഉള്ളൂ. കിൻഡർ ജോയെ പറ്റിച്ച്. കിൻഡർ ജോയ് തന്നെ തേച്ച് കേസ്. ഇൻസ്ട്രക്ഷൻ മാനുവൽ ശരിയല്ല. ഇതിന്റെ അകത്ത് ഒരു കൊമ്പേ ഉള്ളൂ, ഇതിന്റെ അകത്ത് രണ്ട് കൊമ്പ്. നല്ല ഡ്രാഗൺ കുഞ്ഞ് കൊള്ളാം, നല്ല ക്വാളിറ്റി ഉണ്ട് സാധനത്തിന്. ഇങ്ങനെ ഇരിക്കും. ഓ മനസ്സിലായി. മറ്റേടാനാ അല്ലേ? എന്നിട്ട് വിരല് പോലും കേരള പിള്ളേർക്ക് കളിക്കാൻ നമ്മുടെ കൈയിന്റെ അകത്ത് കേറൂല. ചെറുവരിലിട്ടോക്കെ ചെറുവരിലും കേറൂല. ചെറുവെല്ലാം കേരള. പിന്നെ കാറിലായോണ്ട് അതുകൊണ്ടല്ലോ നകത്തി തൂക്കിടാൻ. തൂക്കിടാം. പക്ഷെ കാറിലായോണ്ട് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റിയല്ല. അത് കാരണം അപ്പൊ ഒന്ന് പിങ്ക് പെൺഡ്രാഗനും ആ സാധനം ഓർമ്മയുണ്ട്. ആ പന്ത് ക്വാളിറ്റി ഉള്ള ആടാ തോന്നുന്നു. നമ്മളീ വഴി വന്നായിരുന്നു. നമുക്ക് ഇനി പൊട്ടിച്ച് ഇവിടെ കിൻഡർ ജോയ്. എത്ര പേർക്ക് നൊസ്റ്റാലജി അടിക്കുമെന്ന് അറിയാൻ പാടില്ല. അമ്മയുടെ ഒക്കെ കരഞ്ഞിട്ടുണ്ട് ഈ സാധനം ഒന്ന് വാങ്ങിത്തരാൻ. അന്ന് ഇത്ര 25 രൂപയായിരുന്നല്ലേ? 50 പൈസയുടെ പോളോ വാങ്ങി തന്നിട്ട് പറ്റിയും പൈസ കൊടുത്ത് രണ്ടുണ്ടാ. ഇങ്ങനെ പിന്നെ കുറച്ച് പ്യാനും. പൊട്ടിക്കാൻ പറ്റില്ല. പറ്റുമല്ലേ? ഞാൻ പോർട്രേറ്റ് എടുത്തായിരുന്നു കേട്ടോ അതിനിടയ്ക്ക്. ആണോ? ഇത് പിടിച്ച പോർട്രേറ്റ് എങ്ങനെ പൊട്ടിച്ചപ്പോഴും പോർട്രേറ്റ് കുറച്ചൊക്കെ പോർട്രേറ്റ് കാണാം. അടുത്ത റിയാക്ഷൻ കഴിക്കുന്നതിന് മുന്നേ തന്നെ ഇനി ഞാൻ അതെന്തത് മഹേഷ് കപ്പിൽ ജ്യൂസ്. വണ്ടി ഓടിക്കണ ആക്കില്ല. വായി വെച്ച് തരാൻ പറയും, കൊടുക്കരുത്. വണ്ടി ഓടിച്ചു കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇല്ലേ വണ്ടി അപ്പുറത്തങ്ങനെ ഇരിക്കും. ഇല്ല അതിനകത്തില്ല. ദൂരം തിരിച്ചു പോകുന്നത്
നിൽക്കുന്നത് കണ്ട പുഴ പറശ്ശിനിക്കടവിന്റെ ഫ്രണ്ടിലാണ് പുഴ ഇതാണെന്ന് തോന്നുന്നത്. കാരണം നമ്മൾ ഈ പാലം ആ അമ്പലത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ കണ്ടില്ല, ഇന്നലെ വൈകുന്നേരം കണ്ട ആ പാലം. നിങ്ങളൊന്ന് മറ്റേ കഴിഞ്ഞ വ്ലോഗ് ഒന്ന് എടുത്ത് കണ്ടിരുന്നെങ്കിൽ നമുക്ക് ഈ സാധനം കാണാം. കണ്ണൂർ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കണ്ണൂർ കോക്ടെയിലാണ്. അവരുടെ ഒതന്റിക് ആയിട്ടുള്ള ഒരു സാധനം. അതും കഴിഞ്ഞ വ്ലോഗിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണൂർ കോക്ടെയിൽ കുടിക്കുന്നത് കാണാം. ആ കോക്ടെയില് കൊച്ചിയിലൊക്കെ കിട്ടും, പക്ഷെ അത് അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല അവിടെ കിട്ടുന്നത്. ഇത് പക്ക അടിപൊളി സാധനം. നമുക്ക് ഒന്നുകൂടി കുടിക്കാൻ തോന്നും, പക്ഷെ മധുരം കറക്റ്റ്. അതിനകത്ത് ഇങ്ങനെ ചിലപ്പോ കുടിക്കുമ്പോ ഒരു സാധനം കടിക്കാൻ കിട്ടും, ഒരു പൊട്ടറ സാധനല്ലേ. അതല്ലടാ, വേറെ സാധനം ഉണ്ട്. കശുവണ്ടി അല്ലാണ്ട് വേറെ സാധനം ഉണ്ട്, ചെറിയൊരു ഫ്രൂട്ട് ഒക്കെ ഉണ്ട്. ടൂട്ടി ഫ്രൂട്ടി ഉണ്ട് അതിനകത്ത്. ഇത് വന്നില്ല. ഇതാണ് തുടങ്ങിയ ഇതിലെല്ലാവരുടെയും വന്ദേ ഭാരത് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? അതെ, ഞാനും നമ്മള് ബസ് ഇറങ്ങിയിട്ട് വ്ലോഗ് എടുക്കാൻ സമയം കിട്ടിയില്ല. നമ്മള് സമയം കയ്യിൽ കൊടുത്തിട്ടാണ് ഓടിയത്. അപ്പോ തൊട്ടപ്പുറത്ത് ഇവിടെ 44 41 അപ്പൊ അങ്ങനെ അവിടെ ഓടിയിട്ടാ വന്നേ. കറക്റ്റ് സമയത്ത് എത്തി, പ്ലാറ്റ്ഫോം നമ്പർ നോക്കി എല്ലാം സെറ്റ് ഇതാക്കി. നമ്മുടെ ട്രെയിൻ നമ്മളെ വന്ദേ ഭാരതിലാണ് വരുന്നത്. ഭയങ്കര പതുക്കെ ആയിരിക്കണേ, നമുക്ക് മൈക്കിൻ്റെ അടിയിൽ വീഴുന്നില്ല. മഴയല്ലേ, മഴ പെയ്യും. നിനക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? दरवाजे बाईं तरफ खुलेंगे। बाईं तरफ കാലുകുത്തിന്ന് എറണാകുളത്ത് കാലുകുത്തിന്ന് ഇങ്ങനെ പോവാ, ഇങ്ങനെ ഉറഞ്ഞു അടിയിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഫൈനൽ ഡെസ്റ്റിനേഷൻ്റെ കഴിച്ച് അങ്ങനെ നമ്മളെ എറണാകുളം ജംഗ്ഷനിലെത്തി. ഇനി ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ വണ്ടി എടുക്കാൻ പോകും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. വണ്ടി എടുത്തിട്ട് നമ്മൾ ഈ സ്റ്റെപ്പ് കയറിയതാ പോവുകയാണ്. കൂളി കാണാൻ പോണു, ഞാനും മനും പ്രശാന്തില്ല. ഇത്ര നാളെ കാണാൻ പോണ ബുക്ക് ചെയ്ത്. ശാന്ത തമിഴ് കാണൂലെന്ന് പറഞ്ഞ് മാഷാടെ നേരത്ത് കൂലി ആരാ അങ്ങനെ ഫുഡ് വന്ന് നമ്മൾ മന്തി കഴിക്കുകയാണ്. അവന്റെ ജമൈക്കൻ ബീഫാ. മറ്റേ ഏറ്റവും കുറവണ്ടി വെച്ചു മഞ്ഞ അതാണ് ഡെലിവറി സിസ്റ്റം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് സിസ്റ്റം പക്ഷേ അത് ഞാൻ അങ്ങനെ അങ്ങനെ അവസാനം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ എത്തിയിരിക്കുന്നു. ദ എൻഡ് പോയിന്റ് ഓഫ്
എൻഡ് ഗെയിം. പക്ഷെ ഞങ്ങളുടെ പോയിന്റ് ഇപ്പൊ ഇതിൽ തീർന്നിട്ടില്ല, ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടെന്നൊക്കെ. I like the